ആളുകൾക്ക് മുമ്പ് ഒരു വീട് വെഞ്ചരിപ്പിന് പോയപ്പോൾ കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കുടുംബമൊക്കെയാണ്. വെഞ്ചരിപ്പ് ശുശ്രൂഷയൊക്കെ നടന്ന് സന്തോഷം. ഇതിനിടയിൽ ഞാൻ കാണുന്നൊരു കുഞ്ഞു ചിത്രമുണ്ട്. എന്നാന്നറിയോ? കുടുംബനാഥ ഈ വെഞ്ചരിപ്പ് ശുശ്രൂഷയൊക്കെ നടക്കുമ്പോഴും സാരി തലപ്പ് കൊണ്ട് ഇടയ്ക്കിങ്ങനെ കണ്ണ് തുടയ്ക്കുന്നു. ഞാനപ്പോൾ ഈ ചേച്ചിനെ ഒന്നും കൂടെ ശ്രദ്ധിച്ചു. പിന്നീട് ഞാൻ കണ്ട കാഴ്ച, അടുക്കള സൈഡിൽ ഒരു മൂല പോയിട്ട് ആരും കാണാതെ ഈ സാരിപ്പ് തലപ്പ് കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നീട് സംസാരിച്ചു വന്നപ്പോഴാണ് ഈ ചേച്ചി പറഞ്ഞത്, അച്ഛാ ഈ വീട് കണ്ടില്ലേ, എത്ര സുന്ദരമായ വീട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, നല്ല വീട്. ആ അച്ഛാ, എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിലാച്ചാ ഈ വീട് നിൽക്കുന്നത്. അച്ഛാ, എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിലാച്ചാ ഈ വീട് നിൽക്കുന്നത്. സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് തെറ്റായൊരു ബന്ധമുണ്ട്. ഭാര്യയ്ക്കറിയാം, മക്കൾക്കറിയാം, കുടുംബത്തിൽ വലിയ പ്രശ്നമാണ്. ഈ ഭാര്യ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഞങ്ങളുടെ കുടുംബത്തെ പറ്റിക്കുന്നു. ഇതറിയാമായിരുന്നിട്ടും ഈ ഭാര്യ എന്ത് ചെയ്തു? ഭർത്താവിനെ അങ്ങേയറ്റം അള്ളിപ്പിടിച്ചു. ഈ ഞെരുക്കത്തിൻ്റെ ഇടയിലാണ് വീട് പണി നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ബന്ധം നിലനിൽക്കെ തന്നെയാണ് വീട് പണി നടക്കുന്നത്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാമായിരുന്നു. അച്ഛാ എനിക്ക് ഇട്ടിട്ട് പോകാമായിരുന്നു. എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്, വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് പോകാം അമ്മേ. അച്ഛാ, ഞാൻ അങ്ങനെ പോയാൽ ഈ വീട് ആരുടെയാവും? ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ മക്കളുടെ അപ്പൻ്റെ അവസ്ഥ എന്താവും? ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എന്താവും? ശരിയാ അച്ഛാ, എൻ്റെ ഭർത്താവിന് ചില തെറ്റുകൾ പറ്റുന്നുണ്ട്. അച്ഛാ, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിന് ഞാൻ തിരിച്ചു പിടിക്കും. അച്ഛാ, ഇന്ന് കണ്ടില്ല എൻ്റെ ഭർത്താവിനെ സന്തോഷത്തോടെ നിൽക്കുന്നത്. വിദേശത്തുനിന്ന് വന്ന് ഒരു ധ്യാനമൊക്കെ കൂടി ചില കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്ത് എൻ്റെ ഭർത്താവ് ഒരു തിരിച്ചു വരവിൻ്റെ പാതയിലാച്ചാ. അച്ഛാ, എൻ്റെ കണ്ണുനീരിൻ്റെ നടുവിലാണ് ഈ വീട് നിലനിൽക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തോണം, നിന്റെ വീടിന് വേണ്ടി നീ ഞെരുങ്ങുന്നത് കൊണ്ടാണ്. പുറത്തു പറയാൻ പറ്റാതെ അത്രമേൽ ഭാരം ഉള്ളിൽ അനുഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നീ സഹിക്കുന്നത് വെറുതെയല്ല. നിന്റെ ഞെരുക്കം യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചോണം.